ഉള്ള കാരണം എന്താണോ അതാണ് കേട്ടോ പാവപ്പെട്ട മുഹമ്മദും പുറത്തിറങ്ങാനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്, ലോകത്ത് അന്ന് ജീവിച്ചിരിക്കുന്ന ടോപ്പ് ലെവലിലുള്ള 3 നേതാക്കന്മാർ 3 പേരും വിശന്ന് വലഞ്ഞ് വഴിവക്കിലിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ല ഉമറേ, അല്ല സുദ്ദീഖേ, വിശക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നത് കൊണ്ട് പരിഹാരമാവില്ലല്ലോ. റസൂലുള്ള എല്ലാറ്റിനും പരിഹാരം കൊടുക്കുന്നവനാ. ദുനിയാവ് ആഖിറം മാത്രമല്ല, ദുനിയാവിനും പരിഹാരമുണ്ട് റസൂലുള്ളാഹിന്റെ അടുത്ത്. റസൂലുള്ള പറഞ്ഞു, വാ എന്റെ കൂടെ വാ. അപ്പൊ സിദ്ദീഖുൽ അക്ബർ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചോദിച്ചു, എവിടുക്കാ നബിയെ പോണത് ഒന്ന് പറയണം. വീണ്ടും ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എങ്ങോട്ടാ നബിയെ പോകുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങനെ ചോദിക്കാൻ കാരണം ഉമർ റളിയല്ലാഹു അൻഹു പോകുന്നത് എവിടുക്കാന്ന് അറിഞ്ഞാൽ ചെറിയൊരു സമാധാനമാണല്ലോ എന്ന് കരുതിയിട്ടാ. എവിടേക്കെങ്കിലും വല്ല വീട്ടിക്കും ആണെങ്കിൽ, എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുന്ന കേന്ദ്രത്തിലേക്കാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടല്ലോ. അല്ല, ഇവിടുന്ന് എണീപ്പിച്ച് കൊണ്ടുപോകണം പള്ളിക്ക് നിസ്കരിക്കാനാണെങ്കിലോ വിഷമല്ലേ. അപ്പം എന്താണെന്ന് അറിയില്ലല്ലോ. കാരണം വിശക്കുന്നവന്റെ മുമ്പിൽ ഏറ്റവും വലിയ മുദ്രാവാക്യം ഭക്ഷണമാണ്. അത് കഴിഞ്ഞിട്ടേ നിസ്കാരമുള്ളൂ, നോമ്പുള്ളൂ, ഒക്കെ ഉള്ളൂ. അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതും അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് കൊണ്ടുപോകുന്നു. വാ, നമുക്ക് അബുൽ ഹൈസമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോകാം. വലിയ സൽക്കാരപ്രിയനാണ്. എപ്പോ ചെന്നാലും നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കും, ഭക്ഷണം ഉണ്ടാക്കും, സൽക്കരിക്കും. നല്ല സൽക്കാരപ്രിയനാണ് അബുൽ ഹൈസമുൽ അൻസാരി. അയാളെ പൊരേ പോകാൻ നമുക്ക് അബുൽ ഹൈസമുൽ അൻസാരി നമ്മളെ സൽക്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, ആ അബുൽ ഹൈസമുൽ അൻസാരിയുടെ വീട്ടിലേക്ക് 3 പേരും ഇങ്ങനെ നടന്നു നീങ്ങാൻ ചെല്ലുമ്പോൾ അബുൽ ഹൈസമുൽ അൻസാരിയുടെ വീടിന്റെ കതക് അടഞ്ഞു കിടക്കുകയാണ്. അബുൽ ഹൈസമുൽ അൻസാരി പുറത്ത് ചെന്നിട്ട്, റസൂലുള്ളാഹി പുറത്ത് ചെന്നിട്ട് ഇങ്ങനെ വിളിച്ചു, യാ അബുൽ ഹൈസം, യാ അബുൽ ഹൈസം, അബുൽ ഹൈസം, അബുൽ ഹൈസം, അബുൽ ഹൈസം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു. അപ്പൊ വീട്ടിൽ നിന്ന് ആരുമില്ലായിരുന്നു. അവിടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. ഭാര്യ ഉള്ളിൽ നിന്ന് അതിന് പ്രത്യുത്തരം നൽകി, ലബ്ബൈക വസഅദൈക യാ ഹബീബല്ലാഹ്, നബിയെ അങ്ങയുടെ വിളിക്ക് ഞാനിതാ ഉത്തരം ചെയ്തിരിക്കുന്നു. നബിയെ, നിങ്ങളുടെ വിളി ഞാൻ എത്രയോ തവണ കേട്ടു കഴിഞ്ഞു. നബിയെ, ഇതാ നിങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്തു. നബിയെ, അങ്ങ് ഞങ്ങളെ ഈ ചെറ്റക്കുടിലേക്ക് കയറി വരാനുള്ള കാരണം, ഞങ്ങളെ ഈ വീട്ടിലേക്ക് എഴുന്നള്ളാനുള്ള കാരണം എന്തേ നബിയെ? ഒന്നുമല്ല, എൻ്റെ കൂട്ടുകാരൻ അബുൽ ഹൈസം ഉണ്ടെങ്കിൽ ഒന്ന് കാണാനാ. അബുൽ ഹൈസം പുറത്തു പോയതാ നബിയെ, ഞങ്ങൾക്ക് വേണ്ടി ശുദ്ധജലം എടുക്കാൻ, ഞങ്ങൾക്ക് വീട്ടിലേക്ക് പാചകം ചെയ്യാനുള്ള വെള്ളം കോരാൻ വേണ്ടി പോയതാണ്. ഇപ്പം വരും നബിയെ, കുറച്ചു നേരം അവിടെ ഇരിക്കണം. റസൂലുള്ളാഹി പുറത്ത് തന്നെ ഇരിക്കുന്നു, പൂമുഖത്ത് തന്നെ റസൂലുള്ളാഹി ഇരിക്കുന്നു. കൂടുതൽ വൈകാതെ അബുൽ ഹൈസമുൽ അൻസാരി വരുന്നു. അബുൽ ഹൈസമുൽ അൻസാരി വരുമ്പോ വല്ലാതെ അബുൽ ഹൈസം ആനന്ദ നിർവൃതിയിലാണ്. എന്തേ കാരണം? എന്താ ഇത്ര കൂടുതൽ സന്തോഷ നിർവൃതി ഉണ്ടാവാൻ കാരണം? മാനസിക നിർവൃതിക്ക് കാരണം മറ്റൊന്നുമല്ല, തന്റെ മുറ്റത്ത് വന്നിരിക്കുന്നത് ആരാണ്? സയ്യിദുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രമുഖരായ 3 നേതാക്കന്മാരും അതാ തൻ്റെ വീട്ടുമുറ്റത്തിരിക്കുന്നു. എന്തൊരു സന്തോഷം ഉണ്ടാകും അല്ലേ? നിങ്ങളെ വീട്ടിലേക്ക് ഇപ്പം ഇങ്ങനെ കയറി ചെല്ലുക. അപ്പൊ വീട്ടിന്റെ പൂമുഖത്ത് ഇങ്ങനെ ഇരിക്കുന്നു ആര്? നമ്മൾ ഇന്ന് ആദരിക്കുന്ന ഏറ്റവും വലിയ നേതാക്കന്മാർ. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് നൽകട്ടെ. അത് നിങ്ങൾ കണ്ടാൽ എന്തായിരിക്കും നിങ്ങളുടെ സന്തോഷം? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് ഓടി വന്ന് റസൂലുള്ളാഹി സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് ആലിംഗനം ചെയ്ത് അതാ ഉള്ളിലേക്ക് കയറിപ്പോയി. വെള്ളം അവിടെ വെച്ച് ആ പച്ചവെള്ളം, ശുദ്ധമായ പച്ചവെള്ളം 3 ഗ്ലാസ്സിലൊഴിച്ച് ദാ 3 പേർക്കും 3 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളം മുമ്പിൽ കൊണ്ടുവച്ചു. ഒരു പാത്രത്തിൽ അല്പം കാരക്കയും വെച്ചു. എന്നിട്ട് പറഞ്ഞു, കുലൂ വഷ്റബൂ ഹനീആ. സന്തോഷം, സന്തോഷം നബിയേ, കൂട്ടുകാരെ തിന്നോളൂ, തിന്നോളൂ, സുഭിക്ഷമായി കഴിച്ചോ. കുറച്ച് പച്ചവെള്ളം കാരക്കും. ഇത് ഇന്നലെ നമ്മൾ പറഞ്ഞ പരിപാടിയാ. ഹാദാ നുസുലുഹും എന്ന് പറഞ്ഞില്ലേ? ഹാദാ നുസുലുഹും യൗമദ്ദീൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ ഒരു പ്രഥമ സൽക്കാരമുണ്ട്, അതിൽ പെട്ടതാ. ഇയാളത് കൊടുത്തിട്ട് പറഞ്ഞു, നബി എന്താട് തിന്നൂടി, അപ്പോഴേക്ക് ഞാൻ കനമുള്ളത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ഇത് കയറി വരുമ്പോൾ ഒരു വെള്ളം കൊടുക്കൂ, അല്ലെങ്കിൽ ഒരു ചായയും ലഘു കടിയും കൊടുക്കും, അതിലൊക്കെ പെട്ടതാ അത്. അങ്ങനെ കൊടുത്തു. ചെറിയൊരു ലഘു കടിയും ചായയൊക്കെ കൊടുക്കുന്നതിൽ പെട്ടതാണെന്ന് അർത്ഥം. ഇത് ചെറിയ സൽക്കാരം, പ്രഥമ സൽക്കാരം.
ആ പ്രഥമ സൽക്കാരം കഴിഞ്ഞു വലിയ സൽക്കാരം വരാനിരിക്കുന്നേ ഉള്ളൂ. വലിയ സൽക്കാരം വരാൻ അതിനൊരു കത്തിയെടുത്ത് അബുൽ ഹൈസം പുറത്ത് കടറങ്ങുമ്പോൾ റസൂലുള്ളാഹി പിടിച്ചു. അബുൽ ഹൈസം ഇവിടെ വാ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ തമാശയായിട്ട് പറഞ്ഞു, ഇയ്യാക വൽ ഹലൂബ. അത്തരത്തിലുള്ള തമാശകളൊക്കെ പറയാം എന്ന് ആ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇയ്യാക വൽ ഹലൂബ. പ്രിയപ്പെട്ട അബുൽ ഹൈസം, കൂട്ടുകാരാ, കറവുള്ള ആടിനെയൊന്നും പിടിച്ച് അറുത്ത് ഹലാക്കുണ്ടാക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു തമാശയാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ പറയുന്നുണ്ടോ, കോയൊന്നും ഇറക്കണ്ട, പോത്തൊന്നും ഇറക്കണ്ട, ആടിനെ തള്ളിയിടണ്ട എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒക്കെ ഒരു ഡയലോഗുകളാണ്. അത് സന്തോഷമാണ്. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കത്തി എടുത്ത് ഇറങ്ങുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, കറവുള്ള ആടിനെയൊന്നും പിടിച്ചറക്കണ്ടോ എന്ന്. കറവുള്ള ആടിനെയൊന്നും അറക്കണ്ട. ഇദ്ദേഹം അത് കേട്ടപ്പോൾ ഒന്ന് ചിരിച്ചു. കാരണം അതിന് അത്രയും മറുപടി കൊടുക്കേണ്ടതുള്ളൂ. ഒന്ന് ചിരിച്ചു. അദ്ദേഹം പോയി ഒരു ആട്ടിൻകുട്ടിയെ അറുത്തു. ആ ആട്ടിൻകുട്ടിയുടെ മാംസം നുറുക്കി. അപ്പോഴേക്ക് ഭാര്യ റൊട്ടിയും ചുട്ടു. ഇയാൾ ഈ മാംസം പാചകം ചെയ്തു. ഭാര്യയുടെ റൊട്ടിയുമായിട്ടുണ്ട്, ഇയാളുടെ മാംസവുമായി. രണ്ടും കൂടെ എടുത്തു വെച്ചു. മണിക്കൂറുകൾ സ്വഹാബത്തും നബിയും അവിടെ ഇരുന്നു. കഴിഞ്ഞതിന്റെ ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ ഭക്ഷണത്തിന്റെ മുമ്പിലേക്ക് വിളിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ചിന്തിക്കണം, എത്രയാണ് ആ സമയത്ത് ഇവരുടെ മനസ്സ് എത്രമാത്രം നിറയും. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ നിന്നങ്ങോട്ടാണ് എനിക്ക് ചിന്തിച്ചുകൂടാത്ത നിമിഷങ്ങള്. ആ ഹദീസ് പറയുന്ന സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടെ നിന്നങ്ങോട്ട് വല്ലാത്ത നിമിഷങ്ങളായിരുന്നു, അസ്വസ്ഥതയുടെ നിമിഷങ്ങളായിരുന്നു. എന്തേ കാരണം? റസൂലുള്ള ഈ ഭക്ഷണത്തിന്റെ മുമ്പിൽ വന്നിട്ട് നോക്കി ഇങ്ങനെ ഇരിക്കാനെ, കഴിക്കുന്നില്ല. കുടുങ്ങിയല്ലോ. ഇത്രയും നല്ല ഭക്ഷണം കിട്ടി, അതും ഇത്ര കൂടുതൽ വിശന്നിട്ടുണ്ട്. ആ മനുഷ്യന്മാർക്ക് എത്ര തിടുക്കുണ്ടാവും കഴിക്കാൻ അല്ലേ? എന്നിട്ട് റസൂലുള്ള കുറേ ഇരുന്നു കഴിച്ചില്ല. കുറച്ചിരുന്നാൽ തന്നെ കുറേ ഇരുന്നതായിട്ട് തോന്നും. അതും കൂടെ അതിൻ്റെ ഒരു കാരണമാണ്. കാരണം നോമ്പാണ്, വേഗം പറഞ്ഞാൽ തിരി. നോമ്പിന് ഒരു 2 മിനിറ്റ് സമയം ബാക്കി ഉണ്ടാകുമ്പോൾ ഒക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, നമ്മളൊക്കെ ഭക്ഷണത്തിന് മുമ്പിൽ ഇങ്ങനെ ഇരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ, ആ സമയത്ത് 2 മിനിറ്റും കൂടെ ഉണ്ട് ബാങ്ക് കൊടുക്കാൻ. വാച്ചിലിങ്ങനെ നോക്കിയാലേ നമുക്ക് അതുവരെ 10-12 മണിക്കൂർ ക്ഷമിച്ചോല പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 2 മിനിറ്റിന് ആ 12 മണിക്കൂറിനേക്കാൾ കടുപ്പം തോന്നും. അതാണ്ട് നീങ്ങി കിട്ടൂല. എന്നുപോലെ നല്ല ഭക്ഷണം ഇതിങ്ങനെ മുമ്പ് കണ്ടിട്ട് റസൂലുള്ള കുറച്ചു നേരം ഇരുന്നാൽ തന്നെ കുറേ നേരം തോന്നും. റസൂലുള്ള കുറച്ചു നേരം ഇരുന്നു, ഭക്ഷണത്തിലേക്ക് ഇങ്ങനെ നോക്കാൻ. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ പത്തിരിപാത്രത്തിലേക്ക് കൈനീട്ടി, റൊട്ടിയിലേക്ക് കൈനീട്ടി. ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു റൊട്ടി മുഴുവനും റസൂലുള്ളാഹി ഇങ്ങ് എടുത്തപ്പോഴേക്ക് ഞാൻ ഉറപ്പിച്ചു, പടച്ചവനെ പറ്റിച്ചല്ലോ. കാരണം തിന്നാനല്ല. തിന്നാനാണെങ്കിൽ റസൂലുള്ള ഒരു റൊട്ടി മുഴുവൻ എടുക്കൂല. റസൂലുള്ള ഒരു റൊട്ടിയുടെ പിച്ചല എടുക്കൂ, ഒരു പിച്ചല എടുക്കൂ, ഒരു കഷ്ണം എടുക്കൂ, പൊട്ടിച്ചെടുക്കൂ. പൊട്ടിക്കാതെ എടുത്തപ്പോൾ എനിക്ക് ഉറപ്പത് വേറെന്തിനോ ആണ്. അതെടുത്ത് ഇടത്തെ കയ്യിലേക്ക് അത് ശരിക്കും ഇങ്ങോട്ട് ചുരുട്ടി വെച്ചു. എന്നിട്ട് 2 കഷ്ണം മാംസം എടുത്തു മാംസപാത്രത്തിൽ നിന്ന്. അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. അത് ചുരുട്ടി. അതാ ഹബീബ് മുട്ടുകുത്തി എഴുന്നേറ്റ് പോകുന്നു. എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല, എപ്പോഴാ തിരിച്ചു വരാന്ന് പറഞ്ഞിട്ടില്ല, എന്തിനാ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ കഴിച്ചോ എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞിട്ടില്ല. ഇവര് എത്രമാത്രം അസ്വസ്ഥരാകും. നബി എഴുന്നേറ്റ് പോയി, ഒരു പത്തിരിയുണ്ട്, കുറച്ച് ഇറച്ചിയുണ്ട്, അത് എടുത്ത് റസൂലുള്ള പോവുകയാണ്. ഇവരിങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ഒരു ഗൗരവം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ സമയത്തിൻ്റെ ഒരു കടുപ്പം എത്ര ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുന്നത് വരെ അവരെത്രമാത്രം അസ്വസ്ഥരായിട്ടുണ്ടാകും. എന്നാ സംഗതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ ലെവലില, വേറെ ശ്രദ്ധയിലാ റസൂലുള്ളാഹി തങ്ങളുള്ളത്.